കെ.എസ്.ആർ.ടി.സിക്ക് കോടികൾ നേടിക്കൊടുത്തത് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് സർവീസ് ആയിരുന്നു. ഇത് ജില്ലയിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കെ.എസ്.ആർ.ടി.സി നേരിട്ട് നടത്തിയപ്പോൾ കൊല്ലത്ത് പ്രതിദിനം 20,000 രൂപ കളക്ഷൻ ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ വരുമാനം 5,000 രൂപയിൽ താഴെയായി. കൂടാതെ ഡിപ്പോ നവീകരണത്തിനായി കെട്ടിടം പൊളിക്കുന്നതോടെ ഓഫീസ് എങ്ങോട്ട് മാറ്റുമെന്നതിലും ധാരണയായില്ല. 500 രൂപ ദിവസക്കൂലിക്ക് ഒരാൾ മാത്രമാണ് നിലവിൽ കൊല്ലം ഡിപ്പോയിൽ ജോലിക്കുള്ളത്. ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളായ കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, പുനലൂർ കൌണ്ടറുകളിലും വരുമാനം കുത്തനെ ഇടിഞ്ഞു. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കൊറിയർ സർവീസ് 2025 സെപ്റ്റംബറിൽ സ്വകാര്യവൽക്കരിച്ചതോടെയാണ് ജില്ലയിലുൾപ്പെടെ പ്രവർത്തനം താളം തെറ്റിയത്. 19.85% കമ്മീഷനിൽ 5 വർഷത്തേക്ക് ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ സിംഘു സൊല്യൂഷൻസിനാണ് നടത്തിപ്പ് ചുമതല. കാര്യക്ഷമത കൂട്ടാൻ പിക്കപ്പ്, ഡോർ ഡെലിവറി സംവിധാനങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പരീക്ഷണമല്ലാതെ 11 മാസം കഴിഞ്ഞിട്ടും യാതൊന്നും നടന്നില്ല. സ്വകാര്യ കമ്പനികളുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനാൽ കെ.എസ്.ആർ.ടി.സിക്ക് നിലവിൽ യഥാർത്ഥ കളക്ഷൻ വിവരവും ലഭ്യമല്ല. ജില്ലയിൽ മാത്രം പ്രതിദിനം 2,000 പാഴ്സലുകളാണ് നേരത്തെ കൈകാര്യം ചെയ്തിരുന്നത്. പാഴ്സൽ നീക്കത്തിന് റൂട്ട് ബസ്സുകൾ തന്നെ ഉപയോഗിച്ചതിനാൽ അധിക ചെലവും ഇല്ലായിരുന്നു. സ്വകാര്യ കൊറിയറുകളേക്കാൾ 30% കുറഞ്ഞ നിരക്കിൽ 16 മണിക്കൂറിൽ കേരളത്തിൽ എവിടെയും ഡെലിവറി നൽകിയിരുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ഇതാണിപ്പോൾ പെരുവഴിയിലായത്. സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതോടെ പ്രവർത്തനം ആകെ താളം തെറ്റി. കൊല്ലത്ത് മാത്രമല്ല, സംസ്ഥാനത്ത് എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ്. 44 കൌണ്ടറുകളിൽ പ്രവർത്തിക്കുന്നത് 35 എണ്ണത്തിൽ താഴെ മാത്രം. നേരത്തെ 15 ഡിപ്പോകളിലായി 24 മണിക്കൂർ സേവനം ലഭ്യമായിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഡിപ്പോകളിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. മറ്റിടങ്ങളിൽ പ്രവർത്തനം രാത്രി 8 വരെ മാത്രമാണുള്ളത്. ശമ്പളം മുടങ്ങിയതോടെ പലയിടത്തും ജീവനക്കാർ എത്തുന്നില്ല എന്നതും വാസ്തവമാണ്. പാലക്കാടും കോഴിക്കോടും ഇതേ പ്രതിസന്ധി തന്നെ തുടരുകയാണ്. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂരിലും നാഗർകോവിലിലും മാത്രമാണ് കൌണ്ടറുകളുള്ളത്. ടിക്കറ്റിതര വരുമാനത്തിൽ കോർപ്പറേഷന് വലിയ ലാഭം നേടിക്കൊടുത്ത പദ്ധതിയാണ് ഇപ്പോൾ തകർന്നടിഞ്ഞത്. സ്വകാര്യവൽക്കരണം മാറ്റി കോർപ്പറേഷൻ നേരിട്ട് നടത്തണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. കേരളത്തിലെവിടെയും 16 മണിക്കൂറിനുള്ളിൽ സാധനങ്ങൾ എത്തിക്കാൻ കെ.എസ്.ആർ.ടി.സി അവതരിപ്പിച്ച കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് സർവീസിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. 2023 ജൂണിൽ ആരംഭിച്ച സംവിധാനം കെ.എസ്.ആർ.ടി.സി ഡിപ്പോകളിൽ നിന്ന് ഡിപ്പോകളിലേക്കാണ് സർവീസ് നടത്തുക. ഉപഭോക്താക്കൾക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഡിപ്പോയിൽ നിന്ന് കൊറിയറുകൾ കൈപ്പറ്റാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഡിപ്പോകളിലെ ഫ്രണ്ട് ഓഫീസുകളിൽ തന്നെയാണ് കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് സേവനങ്ങൾ ലളിതവും വേഗത്തിലുമാക്കുന്നു. മെച്ചപ്പെടുത്തിയ ട്രാക്കിംഗ് സംവിധാനമാണ് ഈ സേവനത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന്. ഉപഭോക്താക്കളുടെ ID പ്രൂഫ് ചിത്രങ്ങൾ, ഒപ്പുകൾ, ലൊക്കേഷൻ മാപ്പിംഗ് എന്നിവയോടൊപ്പം തത്സമയ ഡെലിവറി അപ്ഡേറ്റുകളും ലഭ്യമാകും. കൊറിയർ അയക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും അപ്ഡേറ്റുകൾ മെസ്സേജുകളായി ലഭിക്കും. സ്വീകരിക്കുന്നയാൾക്ക് ID കാർഡ് പരിശോധിച്ച് മാത്രമേ സാധനങ്ങൾ കൈമാറൂ. ഇത് സുരക്ഷ ഉറപ്പാക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ കൊറിയർ കൈപ്പറ്റാത്ത പക്ഷം പിഴ ഈടാക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലൂടെയാണ് നിലവിൽ കൊറിയറുകളും പാഴ്സലുകളും വിവിധ സ്ഥലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിലവിൽ 47 ഡിപ്പോകളിൽ ഈ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. 15 കൌണ്ടറുകൾ 24 മണിക്കൂറും 32 കൌണ്ടറുകൾ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയും പ്രവർത്തിക്കുന്നു. സ്വകാര്യ കൊറിയർ സേവനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലാണ് കെ.എസ്.ആർ.ടി.സി കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് സർവീസ് ലഭ്യമാക്കുന്നത്. കൂടാതെ വാതിൽപ്പടി സേവനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചു വരുന്നു. ഇത് ഈ സേവനങ്ങളെ കൂടുതൽ ജനകീയമാക്കാൻ സഹായിക്കും. കെ.എസ്.ആർ.ടി.സി കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് സർവീസ് സമയബന്ധിതവും സുരക്ഷിതവുമായ ഡെലിവറിക്ക് പുറമെ കുറഞ്ഞ നിരക്കും ജനസൗഹൃദ സമീപനവും കൊണ്ട് കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.